നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്ന അസാധാരണമായ വില വ്യതിയാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരും നിക്ഷേപകരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. ആദ്യം നമുക്ക് ഇന്നത്തെ വില നിലവാരം ഒന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 3 ചൊവ്വാഴ്ച രാവിലെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവൻ 1040 രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന് 1,11,280 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 14,040 രൂപ എന്ന നിലവാരത്തിലും തുടരുന്നുണ്ട്. എന്നാൽ ഈ ഒരു കണക്ക് മാത്രം നോക്കി നമുക്ക് വിപണിയെ വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഇന്നലത്തെ വിപണി നമ്മളെ പഠിപ്പിച്ചത് മറ്റൊരു പാഠമാണ്. തിങ്കളാഴ്ച മാത്രം സ്വർണ്ണവില 4 തവണയാണ് മാറി മറിഞ്ഞത്. രാവിലെ കുത്തനെ ഇടിഞ്ഞ വില വൈകുന്നേരം ആയപ്പോഴേക്കും ഏകദേശം 4000ഓളം രൂപ തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തുകൊണ്ടാണ് വിപണിയിൽ ഇത്രയധികം അസ്ഥിരത ഉണ്ടാകുന്നതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയുമായുള്ള വ്യാപാര കാര്യങ്ങളിൽ നടത്തിയ പുതിയ പ്രഖ്യാപനങ്ങൾ വിപണിയിൽ പെട്ടെന്നുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ അമേരിക്കൻ സാമ്പത്തിക നയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന US ഫെഡറൽ റിസർവിൽ വരുന്ന മാറ്റങ്ങളും ഇതിനെ സ്വാധീനിക്കും. കെവിൻ വാർഷിനെ ഫെഡ് ചെയർമാനാക്കി നിർദ്ദേശിച്ചത് ഡോളറിന്റെ മൂല്യം വർദ്ധിപ്പിക്കുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ഡോളർ കരുത്താർജിക്കുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണവിലയിൽ ഒരു കുറവ് പ്രകടമാകാറുണ്ട്. രണ്ടാമത്തെ ഘടകം ലാഭമെടുപ്പ് അഥവാ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ജനുവരി മാസത്തിൽ സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലെത്തിയപ്പോൾ വലിയ ലാഭം പ്രതീക്ഷിച്ച് സ്വർണം വാങ്ങി വെച്ചിരുന്നവർ വില കുറയുന്നു എന്ന് കണ്ടപ്പോൾ അത് വിറ്റഴിക്കാൻ തുടങ്ങി. ഇത് വിപണിയിൽ സ്വർണത്തിൽ ലഭ്യത വർദ്ധിപ്പിക്കുകയും വില താഴേക്ക് വരാൻ കാരണമാവുകയും ചെയ്തു. എന്നാൽ വില കുറയുമ്പോൾ സാധാരണക്കാരായ ഉപഭോക്താക്കൾ കൂടുതൽ സ്വർണം വാങ്ങാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ ഡിമാൻഡ് പെട്ടെന്ന് വർദ്ധിക്കുമ്പോഴാണ് വില വീണ്ടും ഉയരുന്നത്. ഇന്നലെ വൈകുന്നേരം വില തിരിച്ചു കയറാൻ ഇതും ഒരു കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. രൂപയുടെ മൂല്യത്തിൽ വരുന്ന വ്യതിയാനങ്ങളാണവ. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിൽ രൂപ അല്പം കരുത്താർജിച്ചിട്ടുണ്ട്. ഇത് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ വിലയിൽ ചെറിയ കുറവ് നൽകുന്നുണ്ടെങ്കിലും ആഗോള വിപണിയിലെ ചാഞ്ചാട്ടം അതിനെ മറികടക്കുന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. ഇനി വരും ദിവസങ്ങളിൽ വിപണി എങ്ങനെയായിരിക്കും? ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം നൽകുക എന്നത് പ്രയാസമാണ്. എങ്കിലും ചില കാര്യങ്ങൾ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ഔദ്യോഗികമായ ഒരു കരാറായി മാറുന്നതുവരെ ഈ അസ്ഥിരത തുടരാനാണ് സാധ്യത. കേന്ദ്ര ബജറ്റിലെ തീരുമാനങ്ങളും വിപണി നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ചും വിവാഹ ആവശ്യങ്ങൾക്കായി വാങ്ങുന്നവർ, വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഭാഗികമായി സ്വർണം വാങ്ങി തുടങ്ങുന്നത് ഒരു മികച്ച തന്ത്രമായിരിക്കും. വില ഇനിയും താഴുമെന്ന് കരുതി പൂർണ്ണമായും കാത്തിരിക്കുന്നത് ചിലപ്പോൾ നഷ്ടമുണ്ടാക്കിയേക്കാം. കാരണം വിപണി എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ദീർഘകാല നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവർക്ക് ഈ ചെറിയ വിലക്കുറവുകൾ വലിയ ആശങ്കയുണ്ടാക്കേണ്ടതില്ല. സ്വർണം എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപമായി തന്നെ തുടരും. എന്നാൽ വിപണിയിലെ ഇത്തരം ദിവസേനയുള്ള മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക.